സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ വീവൽ പക്ഷിക്കും ചെറുകുരുകിലും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ വീവൽ പക്ഷിക്കും ചെറുകുരുകിലും. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജോണി തോമസ് മീനടം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുക്കൽ വന്ന് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്നാവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച ഒരു ആശയമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതാരംഭിക്കുന്നത് ഇങ്ങനെയാണല്ലോ: നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. നാം ഇവിടെ വായിക്കുന്നത് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള അവകാശം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. പഴയ നിയമ ഭക്തന്മാരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. അവരെപ്പോഴും ജീവനുള്ള സത്യദൈവത്തെ അഭിസംബോധന ചെയ്തത് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്നായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു പദവിയാണ് മക്കൾ എന്നുള്ള പദവി. അതെത്രയോ ശ്രേഷ്ഠതയേറിയ ഒരു കാര്യമാണ്. വളരെ തറപ്പിച്ചും ഉറപ്പിച്ചും ബൈബിൾ പറയുന്ന ഒരു കാര്യമാണ്: യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ കഴിയുന്നു. ഒരു നിലയിൽ പറഞ്ഞാൽ സകല സൃഷ്ടിയുടെയും സൃഷ്ടാവ് എന്നുള്ള നിലയിൽ ദൈവം എല്ലാവരുടെയും പിതാവാണെങ്കിലും വീണ്ടും ജനിച്ച ഒരു ദൈവവൈതരനാണ് അവകാശമായി ദൈവം എന്റെ പിതാവ് എന്ന് ഹൃദ്യമായി പറയുവാൻ കഴിയുന്നത്. ബൈബിൾ അതിന് ഉറപ്പ് നൽകുന്നുണ്ട്. അതിപ്രകാരമാണ് റോമാലേഖനം 8:15 നമ്മൾ വായിക്കുന്നത്: നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഗലാത്യ ലേഖനം 4:6 വായിക്കുന്നുണ്ട്: നാം മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നു. അപ്പോൾ എത്ര വ്യക്തമായി പറഞ്ഞിരിക്കുന്നു: നാം യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജനനത്തിലൂടെ രക്ഷിക്കപ്പെടുന്നതിലൂടെ ദൈവമക്കളായി തീരുമ്പോൾ നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്യുവാൻ കഴിയും. ഇന്ന് രാവിലെ ആ ഒരു വലിയ ഹൃദ്യമായ ഒരു ബന്ധം നമുക്കുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അങ്ങനെയുള്ള ബന്ധത്തിൽ വന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ടുള്ള ആ മഹത്തരമായ ബന്ധം എത്ര ശ്രേഷ്ഠമാണ്, എത്ര മനോഹരമാണ് എന്ന് ചിന്തിക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ മക്കളായി തീർന്നു എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്, ഒരു പദവിയാണ്. നാം യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച് ആ സ്നേഹത്തിന്റെ ഫലമായി വലിയ ഒരു പദവി, അതായത് ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് വരാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ മക്കളായതുകൊണ്ട് ദൈവത്തിന്റെ ജീവൻ നമ്മളിലേക്ക് കടന്നു വന്നു, ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരുന്നു. ഞാൻ ഇവിടെ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ആശയം: നാം ദൈവം നമ്മുടെ പിതാവായി തീർന്നെങ്കിൽ നാം എന്താണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്?
ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തിന്റെ നാമം എങ്ങനെയാണ് നമുക്ക് വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത്? ഇവിടെ വിശുദ്ധീകരിക്കുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. അവൻ ഏറ്റവും പരിശുദ്ധനും ഉന്നതനും ശാശ്വതവാസിയുമാണ്. അവന്റെ നാമം ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ്. നമ്മിലൂടെ, തന്റെ മക്കളിലൂടെ അവന്റെ നാമം മഹത്വപ്പെടണമെന്നാണ് അവിടെ ദൈവത്തിന്റെ ആത്മാവ് സൂചിപ്പിക്കുന്നത്. എങ്ങനെ നമുക്ക് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത്. നമ്മൾ പലപ്പോഴും ദൈവമേ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു, ഞാൻ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു എന്നൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഉച്ചരിക്കാറുണ്ട്. അത് നമുക്ക് ആവശ്യമാണ്. ഇവിടെ പ്രാർത്ഥനയാണ് പഠിപ്പിക്കുന്നത്, പ്രാർത്ഥിപ്പാനാണ് പഠിപ്പിക്കുന്നത്. അതിൽ ആദ്യമായി നാം ചെയ്യേണ്ടത് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുകയാണ്, അവന്റെ നാമത്തിന് മഹത്വം കൊടുക്കുകയാണ്. എന്നാൽ അത് പൂർണ്ണതയിലേക്ക് വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നാം മത്തായിയുടെ സുവിശേഷം തന്നെ 5-ാം അധ്യായം അതിന്റെ 47-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 48-ലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. യു ഷാൾ ബി പെർഫെക്റ്റ് ജസ്റ്റ് ആസ് യുവർ ഫാദർ ഇൻ ഹെവൻ ഈസ് പെർഫെക്റ്റ്. അപ്പോൾ സൽഗുണപൂർണരായി തീരുക. ആ അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പിതാവിന്റെ സ്വഭാവത്തിൽ ഏറ്റവും കാതലായത് എന്ന് പറയുന്നത് സ്നേഹമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അത് മാത്രമല്ല 47-ലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ദൈവത്തിന്റെ മക്കൾ, ദൈവം നമ്മുടെ പിതാവ് എന്നുള്ള ആ നിലയിൽ മക്കൾ പിതാവിന്റെ യോഗ്യതയ്ക്ക് നിലയിൽ യോഗ്യതയുടെ ആ നിലവാരം പുലർത്തി ജീവിക്കുവാൻ ആവശ്യമുണ്ട്. നമുക്ക് ഈ സമയം അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ, അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിലൂടെയാണ് മഹത്വപ്പെടുത്തേണ്ടത്. കർത്താവിന്റെ സ്നേഹം നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുമ്പോഴാണത് സാധിക്കുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരട്ടെ. നാം പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ചെയ്യാറുള്ളത്, നമ്മുടെ ഭൗതിക ആവശ്യങ്ങളൊക്കെ ഒന്നിനു പുറകെ മറ്റൊന്നായി ദൈവത്തോട് അറിയിക്കുകയാണ് ചെയ്തു വരാറുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, ഒരു ദൈവ പൈതൽ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അത് അവന്റെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുത്തണമെന്നുള്ള ബോധ്യം അവനെ ഭരിക്കേണ്ടതാണ്. ഇന്ന് ഈ സമയത്ത് നമുക്ക് ആ നിലയിലുള്ള ഒരു ചിന്ത ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ആ നിലയിൽ അനുഗ്രഹമായി തീരുവാൻ ഇന്ന് രാവിലെ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ കൃപ നമുക്ക് പ്രാപിക്കാം. പ്രത്യേകിച്ച് നമുക്ക് കർത്താവിന്റെ യേശുക്രിസ്തുവിലൂടെയുള്ള ആ ബന്ധത്തിൽ, ആ മക്കളെന്നുള്ള ബന്ധത്തിലേക്ക് വരാൻ കഴിഞ്ഞതുകൊണ്ട് നമുക്കത് സാധ്യതമായി തീരും. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സകലത്തിനും തലയും സകലത്തിനും അധികാരവുമായ കർത്താവായ യേശുക്രിസ്തുവിൽ നാം പരിപൂർണരായിരിക്കുന്നു. ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ ആ പരിപൂർണതയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം ആരും ഈ ശരീരത്തിൽ പരിപൂർണരാകുന്നില്ലെങ്കിലും ക്രിസ്തുവിൽ നാം പരിപൂർണരാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നു. ദൈവം നമ്മുടെ പിതാവെന്നുള്ള നിലയിൽ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാണ്. ആ മാനദണ്ഡത്തിലേക്ക് പിന്നെയും വളരുവാൻ അത് നമ്മുടെ വേദശാസ്ത്രപരമായി നാം ക്രിസ്തുവിൽ പരിപൂർണരാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ അത് ലഭിച്ചു. എന്നാൽ അനുദിന ജീവിതത്തിൽ
ആ പരിപൂർണതയുടെ അനുഭവത്തിലേക്ക് നാം വളർന്നു വരുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും വാഞ്ചയും അതായിരിക്കട്ടെ. ഈ വചനങ്ങളാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.